എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഇഡ്ഡലി ആയിട്ടാണ്. അതായത് ഖുഷ്ബു ഇഡ്ഡലി. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? എത്ര പേര് കഴിച്ചു നോക്കിയിട്ടുണ്ട്? അതിന്റെ വേറൊരു പേരാണ് മല്ലികൈ പൂ ഇഡ്ഡലി. മല്ലികൈ പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളത്തില് മുല്ലപ്പൂ എന്നാ പറയാ. അതായത് നല്ല വെളുത്തിരിക്കുന്ന സുന്ദരിയായ ഇഡ്ഡലി. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. നല്ല സ്പോഞ്ച് പോലെ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു ഇഡ്ഡലിയാണ്. ഇതിനു മുൻപ് ഞാൻ ഇഡ്ഡലി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാധാരണ ഇഡ്ഡലി അത് വളരെ സോഫ്റ്റ് ആണ്. പിന്നെ വേറൊരു ഇഡ്ഡലി രാമശ്ശേരി ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ സൂചി ഗോതമ്പ് നുറുക്ക് അമ്മമാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇനിയും തീർച്ചയായിട്ടും ഞാൻ വെറൈറ്റീസ് ഓഫ് കുറുക്കുകളായിട്ട് വരാം. ഇതിനു മുൻപ് ഞായിട്ടുണ്ടായിരുന്ന റാഗി കുറുക്കായിരുന്നു. അതിന്റെ വീഡിയോ കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ കൂവപ്പൊടിയുടെ കുറുക്കും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ നാളികേരപ്പീരി ഇടണ്ട, ബാക്കിയെല്ലാം സെയിം പ്രൊസീജിയർ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഖുഷ്ബു ഇഡ്ഡലി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ മല്ലികൈ പൂ ഇഡ്ഡലി അതല്ലെങ്കിൽ ഖുഷ്ബു ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് പച്ചരി. പച്ചരി എന്ന് പറയുന്നത് എന്താ? വൈറ്റ് റൈസ്. നമ്മൾ സാധാരണ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ ഉപയോഗിക്കുന്ന ദോശ റൈസ് എന്നും പറയും പലരും. അതല്ല എന്നുണ്ടെങ്കിൽ ഇഡ്ഡലി അരി ഉപയോഗിക്കാം. അപ്പോൾ 2 ഗ്ലാസ് ഇഡ്ഡലി അരി അല്ലെങ്കിൽ 2 ഗ്ലാസ് പച്ചരി. ഓക്കെ, അല്ലെങ്കിൽ സോന മസൂരി റൈസും നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ സാധാരണ വൈറ്റ് റൈസ് പച്ചരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഓവർനൈറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മൾ അരി ഒരു 3-4 വട്ടം നന്നായി കൈകൊണ്ട് തിരുമ്മി വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഓവർനൈറ്റ് വെക്കുക. അരി നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും സോക്കായി കിട്ടും. പക്ഷേ നമുക്കിതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ചവ്വരി. ചവരി എന്ന് പറയുന്നത് എന്താ? സാഗോ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇത് നമുക്ക് വേണ്ടത് 4 ടേബിൾ സ്പൂൺ ആണ്. 2 ഗ്ലാസ് അരിക്ക് 4 ടേബിൾ സ്പൂൺ ആണ് കണക്ക് കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ഈ സാഗോ നന്നായിട്ട് സോക്കായി കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് രാത്രി വെള്ളത്തിലിട്ട് വെക്കുകയാണ് ഏറ്റവും നന്നായിരിക്കുക. അല്ലെങ്കിൽ ഇത് നന്നായിട്ട് അരയില്ല, കുറച്ചിങ്ങനെ തരി പോലെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ശരിയാവില്ല. അപ്പോൾ ഞാനിവിടെ ഓവർനൈറ്റാണ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതും ഇതേപോലെ തന്നെ നന്നായി ആദ്യം വാഷ് ചെയ്യണം, പിന്നെ വെള്ളത്തിലിട്ട് വെക്കുക. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ഗ്ലാസ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ്. അതും ആദ്യം നന്നായി വാഷ് ചെയ്തതിന് ശേഷം നിറയെ വെള്ളം ഒഴിച്ച് വെക്കുക. ഇതെല്ലാം ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് 3ഉം സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ സോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിറയെ വെള്ളം വലിച്ചെടുക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളമല്ല, നിറയെ വെള്ളത്തിൽ വേണം എല്ലാതും സോക്ക് ചെയ്ത് വെക്കാൻ. അപ്പോൾ ഇത് ഞാൻ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് അരച്ചിട്ട് മൊത്തത്തിൽ ഈ അരയ്ക്കാൻ എത്ര വെള്ളം വേണ്ടി വന്നു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. പിന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ കിട്ടുന്ന അരി അനുസരിച്ചൊക്കെ. എന്നാലും കുഴപ്പമില്ല, എന്നാൽ ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം. കാരണം ഇത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി ചെയ്യുമ്പോൾ നമ്മൾ ദോശമാവ് പോലെ ഒരുപാട് ലൂസായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ഉലുവ ചേർക്കാം. സാധാരണ രീതിയിൽ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഉലുവ ചേർക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ഇഡ്ഡലിക്ക് ഞാൻ ഉലുവ ചേർക്കുന്നില്ല. കാരണം ആ പ്യുവർ ആയിട്ടുള്ള വൈറ്റ് കളർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഞാൻ ഉലുവ ചേർക്കാത്തത് കേട്ടോ. സാധാരണ പൂ പോലെ ഇഡ്ഡലി അങ്ങനെ ഉണ്ടാക്കുന്നതിന് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ മല്ലികപ്പൂ ഇഡ്ഡലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ചെറിയൊരു അളവിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കി ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ഇത് കാണുമ്പോൾ തന്നെ ഒരു ഓടും. അതുപോലെയാണ്, കാരണം പരീക്ഷണമാണല്ലോ. ചവ്വരിയുടെ അളവ് ഓരോ പ്രാവശ്യവും ഞാൻ ഉണ്ടാക്കുമ്പോഴും മാറ്റി ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ക്ലീൻ ആയിട്ടുള്ള കൈ വെച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും ഇഡ്ഡലിയുടെ വീഡിയോയിൽ പറയാറുണ്ട്, കാരണം നമ്മൾ നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്താലാണ് നല്ല ഫെർമെൻ്റ് ആയിട്ട് നല്ല ടേസ്റ്റി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൈ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കയ്യിൽ വെച്ച് ചെയ്തോളൂ കേട്ടോ. ഞാനിപ്പോൾ നല്ല വൃത്തിയുള്ള കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇഡ്ഡലിയുടെ കൺസിസ്റ്റൻസി ആണ്. എനിക്ക് 3/4 ഗ്ലാസ് വെള്ളമാണ് വേണ്ടി വന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരുന്ന നമ്മുടെ ഉരുദാലില്ലേ, അതായത് ഉഴുന്നുപരിപ്പ്, ഇപ്പോൾ സ്പ്ലിറ്റ് ഉഴുന്നുപരിപ്പാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം മുഴുവനായിട്ടുള്ള ഉഴുന്നുപരിപ്പ് ഉപയോഗിക്കാം. സെയിം അളവ് തന്നെ എടുത്താൽ മതി. 1/2 ഗ്ലാസ് പ്ലസ് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഓരോ സീസൺ അനുസരിച്ചും ഫെർമെൻറ്റേഷൻ സമയം മാറ്റം വരും. അപ്പോൾ ചൂടുകാലമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. തണുപ്പ് കാലമാണെങ്കിൽ കുറച്ചധികം സമയം വേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം തട്ടിൽ കുട്ടി ദോശ ഉണ്ടാക്കിയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫെർമെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെക്കുക.
അപ്പോൾ അടച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് പുളിച്ച് പുറത്തേക്ക് പോകും. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കണ്ടിട്ട് ഇതങ്ങ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. പക്ഷേ ഞാൻ മറന്നുപോയ കാര്യം. ജാൻ എന്നെ വിളിച്ചു രാവിലെ തന്നെ, എല്ലാ ഇഡ്ഡലി മാവും താഴെ പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അന്ന്, കാരണം അത്രയ്ക്കും പൊന്തിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംശയം തോന്നുകയാണെങ്കിൽ ഒരു വലിയ പാത്രത്തിലോട്ട് ഇത് ഇറക്കി വെക്കുക കേട്ടോ. അപ്പോൾ അഥവാ പുറത്തേക്ക് പോവുകയാണെങ്കിലും നമ്മുടെ നിലത്തേക്ക് പോവില്ലല്ലോ, പാത്രത്തിൽ വീണ് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു 6 തവണ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ ഈ ഇഡ്ഡലി മാവ്. അപ്പോൾ നമുക്കിത് ഞാൻ നന്നായിട്ട് 5 മിനിറ്റോളം ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഗ്രൈൻഡറിൽ ഇടുകയാണെങ്കിലും സെയിം അളവ് തന്നെയാണ് കേട്ടോ. ഇത് ഉഴുന്ന് പരിപ്പ് അരയ്ക്കാൻ വേണ്ടി ഐസ് വാട്ടറാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ പഴയ വീഡിയോയിലും പറയാറുണ്ടല്ലോ. അപ്പോൾ ഒരു ഇച്ചിരി ഐസ് വാട്ടർ വേണ്ടി വന്നുള്ളൂ. ബാക്കി ഞാൻ ചൗവരിയും അതുപോലെ തന്നെ അരി അരച്ചെടുക്കാനാണ് വെള്ളം ഉപയോഗിച്ചത്. അത് സാധാ വെള്ളം തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് മാത്രം ഐസ് വാട്ടർ ഉപയോഗിച്ചു. ഐസ് വാട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ് വാട്ടർ ഒഴിച്ചത്. ഐസ് വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ പതുക്കെ അത് അരച്ചെടുത്താൽ മതി. ചൂടാവാൻ പാടില്ല എന്ന് മാത്രം നമ്മുടെ ഉഴുന്ന് കേട്ടോ. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം. ഫെർമെൻ്റ് ആയതിനു ശേഷം നമ്മുടെ ഇഡലി ഉണ്ടാക്കിയെടുക്കാം. ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ, നല്ല രസമായി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒരുപാട് മിക്സ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇനി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലോട്ട് പൊടിയുപ്പേ ആഡ് ചെയ്യാൻ പാടുള്ളൂ, കല്ലുപ്പ് ആഡ് ചെയ്യാൻ പാടില്ല. കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ഒരു വലിയ പാത്രത്തിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ച് അഥവാ പൊങ്ങി പോവുകയാണെങ്കിൽ ഈ പാത്രത്തിലോട്ട് വീഴുള്ളൂ. അന്ന് പറ്റിയ അബദ്ധം വീണ്ടും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ് കേട്ടോ. ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല, കാരണം ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിയിലോട്ട് ഒരുപാട് വെള്ളം പോവും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ അടുത്ത് സാധാരണ ഇഡ്ഡലിയുടെ പാത്രം ഉണ്ടെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കാം. എൻ്റെ അടുത്ത് ഉണ്ട്, പക്ഷേ പലരും അടുത്തും ചിലപ്പോൾ ഇഡ്ഡലി പാത്രം ഉണ്ടായിന്ന് വരില്ല. ഇപ്പോൾ ഇതുപോലത്തെ സെപ്പറേറ്റ് ആയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ തട്ടായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഇഡ്ഡലിയുടെ പാത്രം വാങ്ങിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ വീട്ടിലുള്ള ഇതുപോലുള്ള കുറച്ച് വലുതായിട്ടുള്ള ഏത് കടായിലും അത് ഇറക്കി വെച്ചാൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇഡ്ഡലി പാത്രമായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതാണോ അത് ഉപയോഗിച്ചോളൂ. അപ്പോൾ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ആദ്യം തന്നെ തീ ഓൺ ചെയ്ത് കൊടുക്കുക. നന്നായി തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്കത് ഇറക്കി വെക്കണം. ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഇഡ്ഡലി തട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലോ അല്ലെങ്കിൽ അലുമിനിയം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഞാനിതിൽ 2 എണ്ണത്തിൽ തുണി വെച്ചിട്ടും ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് തുണി ഇല്ലാതെ ഇതിൽ തന്നെ ഒഴിച്ചിട്ടും കാണിച്ചു തരാം. ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും തുണിയിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാനാണ്. ശരിക്കും ആ ഫ്ലഫിനെസ്സും ടെക്സ്ചറൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും തുണി വെച്ച് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ. പണ്ട് ഒക്കെ എല്ലാവരും തുണിയിൽ ഒഴിച്ചിട്ട് തന്നെ ഉണ്ടാക്കാറുള്ളത്. ഇപ്പോഴാണ് പിന്നെ ഈ നോൺ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ വെറുതെ ഇതിലേക്ക് ഒഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ തുണി ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഞാനിപ്പോൾ ഇവിടെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു വില കുറഞ്ഞ സെറ്റുമുണ്ട് വാങ്ങിച്ചിട്ട് പോന്നു. അപ്പോൾ 200 രൂപയുടെയൊക്കെ സെറ്റുമുണ്ട് നമുക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ചീസ് ക്ലോത്ത് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും, മസ്ലിൻ ക്ലോത്ത് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയും വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ വിലയുള്ള സെറ്റുമുണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഈ തോർത്തില്ലേ, നമ്മുടെ തോർത്തില്ലേ, അത് നല്ല ക്ലീൻ ആയിട്ടുള്ള വേറെ ഒന്നിനും ഉപയോഗിക്കാത്ത തോർത്ത് നന്നായിട്ട് പലവട്ടം വാഷ് ചെയ്തതിന് ശേഷം മുറിച്ച് വെച്ചിട്ട് ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ ഞാനിത് ഒരു സെറ്റുമുണ്ടിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ച് വലുതാക്കി മുറിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുഴിയിൽ ഒഴിക്കുമ്പോൾ ഇത് ചെറുതാവും. അപ്പോൾ ഇങ്ങനെ ഉള്ളിലോട്ട് അങ്ങ് ശൃംഗായി വരും. അതുകൊണ്ട് കുറച്ച് വലിയ പീസായിട്ട് മുറിക്കുക. എന്നിട്ട് അതിൻ്റെ മിഡിൽ പോർഷനിൽ വെച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 എണ്ണത്തിൽ ഞാൻ തുണി വെച്ചിട്ടും മറ്റേത് തുണി ഇല്ലാതെയും ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. താഴത്തെ തട്ടിൽ ഞാൻ ഒരിക്കലും ഒഴിക്കാറില്ല, കാരണം കുറച്ച് വെള്ളം അതിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് താഴത്തെ തട്ടിൽ. അതുകൊണ്ട് താഴത്തെ തട്ട് ഞാൻ ഒഴിവാക്കി വിടും. എന്നിട്ട് നമുക്ക് ആദ്യത്തെ തട്ടിലേക്ക് വെച്ച് കൊടുക്കുക. ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഞാൻ ഉപ്പ് നോക്കിയ സമയത്ത് 1.5 ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തുണി നനഞ്ഞിരിക്കണം കേട്ടോ, അതും പറയാൻ മറന്നുപോയി. ഇത് നന്നായിട്ട് നനഞ്ഞ തുണിയായിരിക്കും, ഒരുപാട് വെള്ളമല്ല, ചെറിയൊരു വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടായിരിക്കണേ. അപ്പോൾ നനച്ച് വെച്ചിരിക്കുന്ന എന്നിട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തുണിയാണിത്. ഈ ഇഡ്ഡലിക്ക് ഇങ്ങനത്തെ ഒരു പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മുല്ലപ്പൂ എന്നാണ് അർത്ഥം, മല്ലികപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ. അപ്പോൾ നല്ല വെളുത്തിരിക്കുന്ന ഇഡ്ഡലി എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഈ ഇഡ്ഡലി നമ്മുടെ സിനിമാ നടി ഖുഷ്ബുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഈ ഇഡ്ഡലിക്ക് ഖുഷ്ബു ഇഡ്ഡലി എന്നും കൂടെ പേര് വന്നത് കേട്ടോ. ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ വിക്കിപീഡിയയിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് അതിൻ്റെ ഗുട്ടൻസ് പിടികിട്ടിയത്. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ അടുത്ത തട്ട് വെച്ച് കൊടുക്കുക. പിന്നെ അടുത്ത തട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഴി മറ്റേ കുഴിയുടെ മേലെ വരാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ വരണം കേട്ടോ. കുഴിയുടെ മേലെ വരേണ്ടത് ഈ 3 ഹോളായിരിക്കണം. എന്നിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വെക്കുക. അല്ലെങ്കിൽ കുറച്ച് വീർത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുഴിയിലേക്ക് ഒന്ന് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് തുണിയിട്ട് കൊടുക്കാം. അപ്പോൾ അതിലോട്ടും അടുത്ത സെറ്റ് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം.
ഇഡ്ഡലിയൊക്കെ എപ്പോഴും നമ്മൾ 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് ദോശയായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ കൂടുതൽ ഇഡ്ഡലി ഉണ്ടാക്കുക, എന്നിട്ട് പിന്നെ ആവശ്യമുള്ള സമയത്ത് സ്റ്റീം ചെയ്താലും മതി. കൂടുതൽ ഇഡ്ഡലി തന്നെ വേണമെന്നുണ്ടെങ്കിൽ, കാരണം ഇഡ്ഡലി 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് വരില്ല, പൊങ്ങി വരില്ല. പിന്നെ നമ്മൾ ദോശയായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഞാൻ കൂടുതൽ ഇഡ്ഡലി ഉണ്ടെങ്കിൽ ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ആവശ്യമുള്ള സമയത്ത് ഇതേപോലെ സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് പതിവ്. അല്ലെങ്കിൽ പിന്നെ നൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നൈബേഴ്സിന് കൊടുക്കുക. നമുക്കൊരു 4 പേരുള്ള വീട്ടിലേക്ക് ഇത്രയും ധാരാളമാണ് ഈ ഇഡ്ഡലിയുടെ അളവ് കേട്ടോ. പിന്നെ ഇഡ്ഡലി തട്ടിൻ്റെ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന തട്ടിൻ്റെ കുഴിയുടെ അളവ് അനുസരിച്ചും നമ്മളെ ഇഡ്ഡലിയുടെ എണ്ണത്തിൽ വ്യത്യാസം വരും. അപ്പോൾ ഞാൻ ഇത്ര എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, കാരണം ചിലത് ഭയങ്കര കുഴിയുള്ള തട്ടായിരിക്കും, ചിലത് ഫ്ലാറ്റ് ആയിരിക്കും. അതുകൊണ്ട് അത് ഡിപ്പെൻസ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ അടുത്തത് വെക്കാം. തുണി ഇടാണ്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ കുഴിയുടെ മുകളിൽ കുഴി വരരുത്, ജസ്റ്റ് ഇങ്ങനെ ആക്കാം. എന്നിട്ട് ഇതിലോട്ട്, അപ്പോൾ ഇതിൽ നിന്ന് എണ്ണ തടവി കൊടുക്കണം കേട്ടോ. തുണി ഇട്ടിട്ടില്ലെങ്കിൽ ഇതിൽ എണ്ണ തടവി കൊടുക്കണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നിലും നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണ തടവിക്കോളൂ ഈ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ. പിന്നെ വെള്ളത്തിൻ്റെ അളവ് ഡിപ്പെൻസ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി അരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ മിക്കവാറും 1 ഗ്ലാസ് വെള്ളം വേണ്ടി വരും. ഞാനിപ്പോൾ പച്ചരി എടുത്ത കാരണം എനിക്ക് 3/4 ഗ്ലാസ് വെള്ളം വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ തിക്നെസ് നോക്കിയാൽ മതി നിങ്ങൾ. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിക്കാൻ പാടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അരച്ചെടുക്കുക. ചൂടാകാൻ നിൽക്കരുത് നമ്മുടെ മിക്സി. അപ്പോൾ ഈ ഉഴുന്ന് ചൂടായി കഴിഞ്ഞാൽ നന്നായിട്ട് വരില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ആ ഫ്രണ്ട്ലി ബാക്ടീരിയയും കൂടി പ്രവർത്തിച്ചിട്ട് നല്ല ഫ്ലഫി ആയിട്ട് ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇതാ നന്നായിട്ട് സ്റ്റീം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മുടെ ഇഡ്ഡലി തട്ട് ഇറക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റിയതിന് ശേഷം ഇത് 12 മിനിറ്റ്, ഇത് സാധാരണ ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ 8 മുതൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായി കുക്കായി കിട്ടും. ഇതിലിപ്പോൾ ചവരി ചേർത്തിരിക്കുന്ന ചിലപ്പോൾ കുറച്ചും കൂടെ സമയം വേണ്ടി വരും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. കുക്കായിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, ഹൈ ഫ്ലെയിമിലല്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുത്തി നോക്കാം. ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നന്നായി കുക്കായിട്ടുണ്ടെന്നാണ്. നമുക്കിത് എടുക്കാം. ഇങ്ങനെ നോക്കി ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ കുക്ക് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. നമ്മളിങ്ങനെ ഇഡ്ഡലി എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ തുണി ആയതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ട് എടുക്കാൻ പാടുള്ളൂ. മാത്രമല്ല ഈ സൈഡിൽ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കുക. ഈ തുണിയിൽ നിന്ന് വിട്ടുപോരാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ കുറേ ഇഡ്ഡലി ഇതിൽ തുണിയിൽ പറ്റി പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ലൈറ്റായിട്ട് സ്പൂണിൽ വെള്ളം എടുത്ത് ഒഴിച്ച് ഇതിനൊന്ന് വിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് സ്പൂണിൽ കിട്ടുന്നതിൻ്റെ ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തടവി കൊടുക്കുക. പണ്ട് തമിഴ്നാട്ടിലൊക്കെ പോകുന്ന സമയത്താണ് ഇങ്ങനത്തെ ഇഡ്ഡലിയൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ പറയുകയും ചെയ്യും, പുറത്ത് പോയി കഴിക്കുന്ന ഇഡ്ഡലി ഭയങ്കര സോഫ്റ്റും ടെക്സ്ചറൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ എന്ന്. പിന്നെ നമ്മൾ വലുതായപ്പോഴൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് പല സ്ഥലത്തും ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലായി. പൂ പോലെ വെളുത്തിട്ടുള്ള ഇഡ്ഡലിയാണിത്. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് എടുക്കുക. ഇതേപോലെ തന്നെ മറ്റേതും ചെയ്യാം കേട്ടോ. വെള്ളം തടവിയപ്പോൾ തുണിയിലൊന്നും ഒട്ടി പിടിക്കണില്ല. ഓക്കെ വേണ്ട പഞ്ഞി പോലെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഒരു എയർ ബബിൾസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും സോഫ്റ്റായി ഇരിപ്പുണ്ട്. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും പഞ്ഞി പോലെ സോഫ്റ്റ്. ഇങ്ങനെ ഒട്ടും എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, അത്രയും ഫ്ലഫിയാണ് ഇഡ്ഡലി. തുണി ഇടാത്ത തട്ടിൽ നിന്നുള്ള ഇഡ്ഡലി നമുക്ക് എടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. എന്നാലും സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വിരിച്ചു കൊടുക്കാം. കണ്ട സൂപ്പറായിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഇതിൽ നിന്നൊന്ന് വിരിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ തുണി ഉണ്ടെങ്കിൽ തുണി, അതല്ലെങ്കിൽ തുണി ഇടാതെയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത്രയുള്ള പരിപാടി. സൂപ്പർ ടേസ്റ്റിയാണ്, അതേപോലെ അത്ര ഫ്ലഫിയാണ്, അത്ര നല്ല സൂപ്പർ വെളുത്തിരിക്കുന്ന സുന്ദരി കുട്ടിയായിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് കാരച്ചട്നിയാണ്. കാരച്ചട്നിയുടെ വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. കാരച്ചട്നി എന്ന് ഞാൻ ഉണ്ടാക്കുമ്പോഴും ഞാൻ എൻ്റെ ഹോസ്റ്റൽ ലൈഫിലോട്ടാണ് തിരിച്ചു പോകുന്നത്. അതായത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ ഹോസ്റ്റൽ എന്ന് പറയുന്നത് വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലായിരുന്നു ഡിണ്ടിഗലിൽ. അതായത് റാഗിങ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് മാത്രം വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൽ ആണ് താമസിപ്പിച്ചിരുന്നത്. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഏതോ ഒരു ആഴ്ചയിലോ ഏതോ ഒരു ദിവസം ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ കിട്ടിയിരുന്ന ചട്നിയായിരുന്നു ഈ കാരച്ചട്നി. അവിടെയുള്ള ബാക്കിയുള്ള ഫുഡൊന്നും വായിൽ വയ്ക്കാൻ കൊള്ളില്ല. പക്ഷേ ഈ ഇഡ്ഡലിയും കാരച്ചട്നിയും കഴിക്കാൻ അടിയാണ്. മാത്രമല്ല നമ്മൾ ചെല്ലുമ്പോഴേക്കിനും അത്രയും ക്യൂ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ക്യൂവിൽ നിന്നിട്ട് ഇതിനേക്കാളും വലിയൊരു പ്ലേറ്റ് ആയിരുന്നു. ആ പ്ലേറ്റിൽ കുറേ ഇഡ്ഡലിയും കുറേ ചട്നിയും കൂടി ഇട്ടിട്ട് ഞങ്ങൾ 6 പേര് ഇരുന്നിട്ട് ഒരുമിച്ച് ഇരുന്ന് കഴിക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതിപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ഇപ്പോഴും നിൽപ്പുണ്ട്. അതേ ടേസ്റ്റാണ് ഈ കാരച്ചട്നിക്ക്. അപ്പോൾ ഈ
ചട്നിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുക, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട ഇഡ്ഡലിയുടെ കൂടെ. സാമ്പാറും വേണ്ട, തേങ്ങ ചട്നിയും വേണ്ട. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇഡ്ഡലി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തുണി നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും ഉപയോഗിക്കാം കേട്ടോ. ഒരു 5-6 തുണി ഒരുമിച്ച് കട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയ സമയത്ത് തന്നെ അത് തുണി വാഷ് ചെയ്യാൻ നിൽക്കണ്ട, ബാക്കിയുള്ള തുണി വെച്ച് ചെയ്യുക. അങ്ങനെ ഒരു 6 തുണി മുറിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ഇഡ്ഡലി തട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ സ്റ്റീലിൻ്റെ ഒരു ഡവറയോ അല്ലെങ്കിൽ ഇതുപോലെ ഗ്ലാസിൻ്റെ ബൗളിലോ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഓട്സ് ഇഡ്ലിയിൽ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. വീണ്ടും ഞാൻ ഉണ്ടാക്കി കാണിക്കണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഇതേപോലെ തന്നെ എണ്ണ തടവി കൊടുക്കുക. അതിനുശേഷം അത്യാവശ്യം പകുതി പോർഷൻ വരെ മാവ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം സ്റ്റീം ചെയ്തെടുക്കുക. ഏത് പാത്രത്തിലാണ് നിങ്ങൾ കുക്ക് ചെയ്യാൻ പോകുന്നത് അതിന് മുകളിൽ വേറൊരു പാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലോട്ട് ഡയറക്റ്റ് ആയിട്ട് വെള്ളം വീഴില്ല കേട്ടോ. ഓട്സ് ഇഡ്ലിയുടെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഫോട്ടോ എല്ലാം എടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ഞാൻ ടേസ്റ്റ് ചെയ്യാം. തൂവെള്ള ഇഡ്ഡലിയാണ്. ഇതിപ്പോൾ ഫോട്ടോയിൽ എടുത്ത് കൊണ്ടുവന്നപ്പോഴേക്കും തണുത്ത് പോയി കേട്ടോ. പഞ്ഞി പോലെ ഇരിക്കുന്ന സംഭവമാണ്. അപ്പോൾ നമ്മുടെ കാരച്ചട്നി അങ്ങോട്ട് എടുക്കുക, അതിൽ കുറച്ചിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞാനിന്ന് വേറെ ഒരു സാമ്പാറോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരച്ചട്നി നമ്മുടെ സ്വന്തം ഇഡ്ഡലിയും കൂടി ഇങ്ങനെ ഒരു പിടി പിടിക്കാൻ പോവാണ്. പറയാൻ വാക്കുകളില്ല. നിങ്ങളൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. പിന്നെ കാരച്ചട്നിയുടെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കാശ്മീരി മുളക് ഇട്ടാൽ മതി നിങ്ങൾക്ക് സ്പൈസ് ലെവൽ എത്ര വേണ്ടാന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അതിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കുറച്ചോളൂ കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും കിട്ടുന്ന മുളകിനും എരിവിന് ഡിഫറൻസ് ഉണ്ടാവും, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പോൾ നിങ്ങളുടെ ഇഡ്ഡലി തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ അവനിൽ വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അത് ഫെർമെൻ്റ് ആയിട്ട് കൂടുതൽ സമയം ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ചൂടുകാലം ഒരുപാട് പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആയി കിട്ടും. അപ്പോൾ ഫെർമെൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. എന്നിട്ട് ഉണ്ടാക്കുന്ന സമയത്തേക്കാളും കുറച്ച് മുൻപായിട്ട് പുറത്തെടുത്ത് വെക്കുക. റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്താൽ മതി. തണുപ്പോട് കൂടി ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാർഡായിട്ട് മാറും. അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അരിയൊക്കെ നമ്മൾ സോക്ക് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് തന്നെ ചിലപ്പോൾ അരയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. എന്തെങ്കിലും ഒരു തിരക്ക് കാരണം അരയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് അരയ്ക്കുന്നതിനേക്കാളും കുറച്ച് മുൻപായിട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ പൂ പോലുള്ള നമ്മുടെ സ്വന്തം കുഷ്ബൂ ഇഡ്ലി അല്ലെങ്കിൽ മല്ലികൈ പൂ ഇഡ്ലി. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു. You know when the Patalam and all the bomb squad have these like plastic shield, no? Almost the same over here. Duh. ഈ കഴുത്തിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊരു നീറ്റായിരിക്കുന്നത്. ഞാനിരുന്നില്ല.